പ്രൈസ് ദി ലോർഡ്. ഒരു വീട്ടമ്മയായ ഒരു സ്ത്രീ ഒരു ഗുരുവിൻ്റെ അടുക്കൽ ചെന്നിട്ട് പ്രകാരം ചോദിച്ചു, എൻ്റെ കോപം അടക്കുവാൻ ഞാൻ എന്തു ചെയ്യണം? അപ്പോൾ ആ ഗുരു പ്രകാരം തന്നോട് ആവശ്യപ്പെട്ടു, ആ കോപം ഒന്ന് വെളിപ്പെടുത്തി കാണിക്കാൻ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, അങ്ങനെ അത് പ്രകടിപ്പിക്കാൻ കഴിയുന്നതല്ല. അത് പ്രത്യേക സാഹചര്യങ്ങളിലാണ് എനിക്ക് നിയന്ത്രിക്കാൻ മേലാത്ത കോപം വരുന്നത്. അപ്പോൾ ആ ഗുരു ഇങ്ങനെ പറഞ്ഞു, അപ്പോൾ ആ കോപം നിങ്ങൾക്കത് ഇപ്പോൾ അത് കാണിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ആ കോപം നിങ്ങളുടേതല്ല. അപ്പോൾ നിങ്ങളുടേതല്ലാത്തത് എന്തിനാണ് നിങ്ങളത് കൊണ്ടു നടക്കുന്നത്? ബൈബിൾ പ്രകാരം ഒരു വചനമുണ്ട്, കോപിച്ചാൽ പാപം ചെയ്യാതിരിപ്പി, സൂര്യൻ അസ്തമിക്കുവോളം കോപം വെച്ചുകൊണ്ടിരിക്കരുത്. എല്ലാ മനുഷ്യൻ്റെയും ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ സാഹചര്യങ്ങളിൽ കോപം വരാം. എന്നാൽ ഒരിക്കലും അത് മറ്റുള്ളവരെ വ്രണപ്പെടുത്തുന്നതാകാതെ അത് എത്രയും വേഗത്തിൽ തന്നെ നിരപ്പ് പ്രാപിക്കുവാനിടയാകണം. സൂര്യൻ അസ്തമിക്കുന്നിടം വരെ ഒരിക്കലും കോപം വെച്ചുകൊണ്ടിരിക്കരുത്. ഇന്ന് അനേകരുടെ മനസ്സിൽ മറ്റുള്ളവരോടുള്ള പകയും വിദ്വേഷവും കയ്പും പിണക്കവും എല്ലാം വെച്ചു പുലർത്തിക്കൊണ്ടിരിക്കുകയാണ്. അനേകരോട് കോപിച്ചിട്ട് നിരപ്പ് പ്രാപിക്കാത്ത, കോപിച്ചിട്ട് ക്ഷമ ചോദിക്കാത്ത അനുഭവങ്ങളാണ് ഇന്ന് ഭൂരിഭാഗം ആളുകളിലും നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നാൽ ഒരിക്കലും ദൈവം അത് ആഗ്രഹിക്കുന്നില്ല. ദൈവം ആഗ്രഹിക്കുന്നത് നല്ല മനസ്സിൻ്റെ ഉടമകളായി മാറുക എന്നുള്ളതാണ്. അതിന് ദൈവം നമ്മളെല്ലാവരെയും കർത്താവ് സഹായിക്കട്ടെ.